ഫ്ലഡ് കൺട്രോൾ ഡാമൊന്നുമല്ല. ആ ഡാം ആരോട് ചോദിച്ചിട്ട് തുറന്നു? പാതിരാത്രിയാണ് തുറന്നത്. എങ്ങനെയാണ് പാതിരാത്രി തുറക്കുന്ന ഡാം? ബാണാസുര സാഗർ ഡാം തുറന്നത്, രാത്രി തുറന്നത് ആരുടെ ഉത്തരവ് പ്രകാരം? ഒരു ഉത്തരവുമില്ലായിരുന്നു. ഒരു 10-300 കോടി രൂപയുടെ ഒരു ആക്ഷേപം ഇപ്പോൾ വോയിസ് ആയിട്ട് പുറത്തു വന്നു. ദാറ്റ്സ് എ വെരി സീരിയസ് ഒഫൻസ്. ഓരോ സ്ഥലത്തെയും വെള്ളം തുറന്നു വിട്ടതിലൂടെ ചാലക്കുടി പുഴയും സജി ചെറിയാനൊക്കെ എന്നെ വിളിയായിരുന്നു ഹെലികോപ്റ്ററിൽ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. നമസ്കാരം. 2018 നമ്മുടെ സംസ്ഥാനത്തുണ്ടായ പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നും ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നും ഇക്കഴിഞ്ഞ ദിവസമാണ് മാത്യു കുഴൽനാടൻ MLA ഇത്തരത്തിലുള്ളൊരു ഗുരുതര ആരോപണം ഉന്നയിച്ചത്. ഇതിന് തെളിവായി മന്ത്രി കൃഷ്ണൻകുട്ടിയുടേത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഫോൺ സംഭാഷണവും പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിന് പിന്നാലെ ഉയർന്നു വരുന്ന ചോദ്യം, ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ മനുഷ്യന് നിർമ്മിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ജലഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. പ്രളയം വരുന്നത് പല രൂപത്തിൽ വരാം. റെയിൻ ഇൻഡ്യൂസ്ഡ് പ്രളയം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മഴ കൊണ്ട്, കഠിനമായ മഴ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നാൽ ഒരു പ്രദേശത്തിന്, ഡാമായാലും ഒരു പ്രദേശമായാലും വയലായാലും തോടായാലും നദിയായാലും അതിന് കയറിങ് കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് അപ്പുറം വെള്ളം വന്നാൽ അത് ഒഴുകി പോയാലേ പറ്റുള്ളൂ. അപ്പോൾ പ്രളയം ഉണ്ടാക്കും. ഉയർന്നേ പറ്റൂ. ഒരു കപ്പാസിറ്റിക്ക് അപ്പുറം ഉയർന്നേ പറ്റൂ. അപ്പോൾ അങ്ങനെ റെയിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫ്ലഡ് ഉണ്ട്. ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. മിന്നൽ പ്രളയം. കേരളത്തിൽ അന്ന് വന്നത് മിന്നൽ പ്രളയമാണ്. വളരെ പെട്ടെന്ന് വെള്ളം വന്നിങ്ങനെ നമുക്ക് അപകടം ഉണ്ടാക്കും. പിന്നെ ഡാം ഇൻഡ്യൂസ്ഡ് പ്രളയമുണ്ട്. എന്ന് പറഞ്ഞാൽ ഡാമുകൾ കെട്ടിവച്ചിരിക്കുന്നത് കൊണ്ടും ഡാം മാനേജ് ചെയ്യാത്തതുകൊണ്ടും സമയത്ത് ഡാം മാനേജ് ചെയ്യാത്തതുകൊണ്ട് ഡാം ഇൻഡ്യൂസ്ഡ് പ്രളയമുണ്ട്. ഈ ഡാം ഇൻഡ്യൂസ്ഡ് പ്രളയത്തെയാണ് നമ്മൾ പലപ്പോഴും എന്ത് പറയുന്നത്? മനുഷ്യനിർമ്മിതം. മറ്റേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. മഴ ഇങ്ങനെ വന്നു പോകും. പക്ഷേ ശക്തമായ മഴ വരുന്നതിനനുസരിച്ച് ഡാമുകളെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കഥ. കേരളത്തിൽ 2018 ആഗസ്റ്റ് മാസം 14 മുതൽ 18 വരെ വന്ന വലിയ മഴയിൽ കേരളത്തിൽ 67ഓളം വരുന്ന ഡാമുകൾ ഉള്ളത് കൊണ്ട് ആണ് വലിയ പ്രളയമുണ്ടാകാത്തത്. അങ്ങനെ നമ്മൾ വേറൊരു പോസിറ്റീവ്, ഡാമിൻ്റെ പോസിറ്റീവ് സൈഡ് ആദ്യം പറയാം. വലിയ പ്രളയം ഉണ്ടായില്ല. കാരണം 24-ൽ ഇതിനേക്കാൾ വലിയ പ്രളയം ഉണ്ടായി. കാരണം അന്ന് മുല്ലപ്പെരിയാർ ഡാം മാത്രമേ ഉള്ളൂ. മറ്റ് ഡാമുകളെല്ലാം പിന്നെ പണിതതാണ്. ഇടുക്കി പണിതു, അതിനുശേഷം ബാക്കി 67ഉം പണിത് എപ്പോഴാണ്? പിന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ കേരളത്തിൽ പണിതതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാം ഒരു പരിധിവരെ പ്രളയത്തെ എന്ത് ചെയ്യും? നിയന്ത്രിക്കും. കുറേ വെള്ളം കെട്ടി നിർത്തുമല്ലോ ഡാം, നിയന്ത്രണമാണ്. പക്ഷേ ഒരു കർവ് റൂളുണ്ട്. കർവ് എന്ന് പറഞ്ഞാൽ ഒരു കർവ് റൂൾ, ഒരു വളഞ്ഞ ഒരു റൂളെന്ന് പറഞ്ഞാൽ ഒരു നിയമമാണ്. വെള്ളം എത്ര ഉയരും, കർവ് റൂൾ വരെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വെള്ളം പോകാൻ പറ്റില്ല. പോയാൽ എന്ത് സംഭവിക്കുക? ഡാമിന് അപകടം. അപ്പോൾ നമ്മൾ അന്ന് വരെ ഈ 67 ഡാമിനും കർവ് റൂളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു. SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. SOP എങ്ങനെ പ്രവർത്തിക്കണം. അത് ഇതിന് മാത്രമല്ല, സർക്കാരിൽ ഒരുപാട് സംവിധാനങ്ങൾക്കുണ്ട്. SOP ഉണ്ട്. ഓപ്പറേഷൻ SOP ഉണ്ട്. അതിനകത്ത് എല്ലാ കാര്യത്തിലും SOP ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ. ഇതൊന്നും ഒരു ഡാമിനും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. കാരണം ഫ്ലഡൊന്നും ആരും കണ്ടില്ലല്ലോ സ്വതന്ത്ര കേരളത്തിൽ. 24 ഫ്ലഡ് കണ്ട ആരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അതുകൊണ്ട് 100 വർഷം മുമ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അശ്രദ്ധ ഇതിനകത്തുണ്ടായിരുന്നു. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ മേന്മേഡ് എന്ന് പറയുന്നത് 2008 വാട്ടർ പോളിസി ഉണ്ടാക്കിയിരുന്നു. ഞാൻ അന്ന് അതിൻ്റെ കൺവീനറായിരുന്നു. K. ജയകുമാർ IAS ആയിരുന്നു അതിൻ്റെ ചെയർമാൻ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അത് അന്ന് പക്ഷേ ഫ്ലഡ് ഇത്രയും ഇല്ല, ഫ്ലഡില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലഡിനെ കുറിച്ച് വളരെ സെൻറ്റൻസുകൾ മാത്രമേ അതിൽ പറയുന്നുള്ളൂ, ആ നയത്തിൽ പറയുന്നുള്ളൂ. പക്ഷേ ഇത് പിന്നീട് CNDAG-ക്കാർ ഫ്ലഡ് വന്നതിന് ശേഷം ഒരു പഠനം നടത്തി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്കാർ ഒരു പഠനം നടത്തി. അവർ പറഞ്ഞു 2008 പോളിസിയിൽ ഇങ്ങനെ കുറവുള്ളത് കൊണ്ട് അതുകൂടി വെച്ചുകൊണ്ട് വാട്ടർ പോളിസി പുതുക്കണം. അതും ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ ഫ്ലഡിന് ശേഷമുള്ള കഥ പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. അത് നടന്നിട്ടില്ല. 3 പഠനങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ വന്നത്. ഒന്ന് മദ്രാസ് IIT ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ആയെന്ന് അറിയത്തില്ല, കാരണം കേരളത്തിലും അദ്ദേഹം വന്നിപ്പോൾ ജോലി ചെയ്തിരുന്നു. പ്രൊഫസർ KP സുധീർ, S. മൂർത്തി, ബെല്ല മുടി, ബാലാജി നരസിംഹൻ,
ജെബിൻ തോമസ്, ബിന്ദു, വംശി കൃഷ്ണ വേമ, സിസിലി കുര്യൻ, ഇത്രയും പേരടങ്ങുന്ന ഒരു സമിതി പഠിച്ചിരുന്നു. ഇതിലൊരു തമാശ, ഈ സുധീർ എന്ന് പറയുന്ന പ്രൊഫസർ സുധീർ KPയെ ഈ പഠനം കഴിഞ്ഞ ഉടൻ എവിടെ അപ്പോയിൻ്റ് ചെയ്തു? കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ടും പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻ്റ് ചെയ്തു. പട്ടത്താണ്, തിരുവനന്തപുരത്ത്. അത് KFRI, CWRDM, NATPAC, TBGRA ഇങ്ങനെ കുറേ സ്ഥാപനങ്ങളുടെ ഒരു അപ്പർ ബോഡിയാണ്, കൗൺസിലാണ്, വലിയ പവറുള്ളൊരു പോസ്റ്റാണ്. അതിലേക്ക് വളരെ പെട്ടെന്ന് അപ്പോയിൻ്റ് ചെയ്തു. മാത്രമല്ല അപ്പോയിൻ്റ് ചെയ്തതിന് കുറ്റ്യാടിക്കാരനും മറ്റുമാണ്, കോഴിക്കോട് ജില്ലക്കാരൻ. പിന്നെ അപ്പോയിൻ്റ് ചെയ്തതെന്ന് മാത്രമല്ല ചെറുതൊരു പ്രൊഫസറാണ് അദ്ദേഹം. വലിയ അറിയപ്പെടുന്ന ഇന്ത്യയിലെ അറിയപ്പെടുന്ന പ്രൊഫസർമാരും അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റൊന്നുമല്ല. ഡോക്ടർ MS വലിയത്താനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായി ഇരുന്നിട്ടുള്ള ആളുകൾ ഇരുന്ന സ്ഥലമാണ് ഏത്? ഈ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി. വളരെ പ്രമുഖരായിട്ടുള്ളവർ ഇരുന്നിട്ടുണ്ട്, രാജ്യത്തെ അറിയപ്പെടുന്ന ആൾ. അവിടെ ഈ ഒരു താരതമ്യേന അങ്ങനെ വലിയ അറിയപ്പെടാത്ത ഒരാളായ പ്രൊഫസർ KP സുധീർ വന്നു. 2 പ്രാവശ്യം അദ്ദേഹത്തിന് എന്ത് കൊടുക്കുകയും ചെയ്തു? 2ാം പ്രാവശ്യം എക്സ്റ്റൻഷൻ കൊടുത്തു, 1 വർഷം കൂട്ടി കൊടുക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ടാണ് ഒരു ആധികാരിക രേഖയായി വന്ന ഒരു രേഖ. പിന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു. സെൻട്രൽ വാട്ടർ കമ്മീഷനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി വേറെ അഭിപ്രായമുണ്ട്. കാരണം അവരെപ്പോഴും ഒരു തമിഴ്നാട് ഓറിയൻറ്റഡ് റിപ്പോർട്ടുകളിലേക്കാണ് അവർക്ക് താല്പര്യം. മുല്ലപ്പെരിയാറിലും ഒക്കെ അങ്ങനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു പ്രശ്നമാണ്. അമിക്കസ് ക്യൂറിയ വെച്ചു ഹൈക്കോടതി, ജോസ് അലക്സ് എന്ന് പറഞ്ഞിട്ട് അമിക്കസ് ക്യൂറിയ വെച്ചു. അമിക്കസ് ക്യൂറി കൊടുത്ത റിപ്പോർട്ട് എന്താണ്? ഡാം മാനേജ്മെൻറ്റിൽ മിസ്മാനേജ്മെൻറ്റ് ഉണ്ടെന്നാണ്. ഇപ്പോൾ ബാണാസുര സാഗർ ഡാം, വയനാട് ജില്ലയിലെ ആ ഡാം ഫ്ലഡ് കൺട്രോൾ ഡാമൊന്നുമല്ല. ആ ഡാം ആരോട് ചോദിച്ചിട്ട് തുറന്നു? പാതിരാത്രിയാണ് തുറന്നത്. എങ്ങനെയാണ് പാതിരാത്രി തുറക്കുന്ന ഡാം? പകലാണ് ഡാം തുറക്കേണ്ടത്, വെള്ളത്തിൻ്റെ സ്രോതസ്സൊക്കെ വെച്ച്. ഈ ഡാം തുറക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ വെള്ളം ഒഴിച്ച് കളയാന്നല്ല, അത് മാനേജ്. ഇൻഫ്ലോ ഔട്ട്ഫ്ലോ റൂൾഡ് കർവ് 3 ടൈം ഞാൻ പറഞ്ഞു. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രിബ്യൂട്ടറീസ്, അതായത് കുഞ്ഞു കുഞ്ഞു നദികളിൽ നിന്ന് പ്രധാന ഡാമിലേക്ക് വെള്ളം വരുന്ന ആ വരുന്ന വെള്ളത്തിന് ഇൻഫ്ലോ എന്ന് പറയും. അതിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന വെള്ളത്തിന് ഔട്ട്ഫ്ലോ എന്ന് പറയും. അതിനാണ് ഈ സംവിധാനം കെട്ടിവെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വെള്ളം എടുത്ത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുക, ജലസേചനം അങ്ങനെ എടുക്കും. കർവ്ഡ് റൂളും ഉണ്ട്. ഇത്രയാണ് ഉള്ളത്. അപ്പം ഇത് ബാണാസുര സാഗറിൽ ബാണാസുര സാഗർ പറയുമ്പോൾ ഒരു കാര്യം, ഇടുക്കി മുല്ലപ്പെരിയാർ 2 ഡാം ഒഴിച്ച് ബാക്കി എല്ലാ ഡാമുകളും തുറക്കണമെങ്കിൽ ജില്ലാ കളക്ടറുടെ അനുവാദം വേണം. ഇടുക്കി ഡാം ജില്ലാ കളക്ടർ പറഞ്ഞാൽ പോരാ, ചീഫ് സെക്രട്ടറി വേണം. കാരണം അത് സംസ്ഥാന വലിയ ഡാമാണ്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, പിന്നെ മുല്ലപ്പെരിയാർ ചീഫ് സെക്രട്ടറിയുടെ അനുവാദം വേണം, ഉത്തരവ് വേണം. ഒക്കെ പെട്ടെന്ന് എടുക്കാം, ഫാക്സിലും മൊബൈലിലും ഒക്കെ എടുക്കാൻ പറ്റും. അനുവാദം എടുക്കാൻ ഒരുപാട് സമയം വേണ്ടല്ലോ. കളക്ടറുടെ അനുവാദം കൊടുത്തിട്ടുണ്ടോ? അമൽ വയനാടുകാരനായ കൂടെ ആയതുകൊണ്ട് വയനാട് കളക്ടറേറ്റിൽ ഒരു വിവരാവകാശം ആരെങ്കിലും കൂടെ കൊടുപ്പിച്ച് ചോദിപ്പിക്കണം. ബാണാസുര സാഗർ ഡാം തുറന്നത്, രാത്രി തുറന്നത് ആരുടെ ഉത്തരവ് പ്രകാരം? ഒരു ഉത്തരവുമില്ലായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ചുമതലക്കാരൻ, പിന്നെ AXE AE ഒക്കെ ഉണ്ട്. അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോയില്ല. അവിടുത്തെ സെക്യൂരിറ്റിക്കാരനാണ് വെള്ളം ചാടുന്ന കണ്ടിട്ട് കൂടുന്ന കണ്ടിട്ട് ബാണാസുര സാഗർ തുറന്നതെന്ന് അവിടുത്തെ ഒരു ലോക്കൽ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് ഞാൻ റിസർച്ച് ചെയ്തതൊന്നുമല്ല. ഞാൻ ആ കാലഘട്ടത്തിൽ എല്ലാ ചാനലിലും പോകുമായിരുന്നു. ആ ചാനലിൽ പോകുമ്പോൾ എനിക്ക് അവിടെ നിന്നുള്ള ലോക്കലായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്ന ഇൻഫർമേഷനാണിത്. സാർ, ഈ ഡാം തുറന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ചിമ്മിണി ഡാം വളരെ താമസിച്ചാണ് തുറന്നത്. എന്തേ സമയത്ത് തുറക്കാതിരുന്നത്? പെരിങ്കൽകുത്ത് ഡാം, ഞാൻ ഓരോന്നായിട്ട് പറയാം. സ്പിൽവേ അവിടെ നിൽക്കട്ടെ. പെരിങ്കൽകുത്ത് ഡാമിൽ നിന്ന് ഒരുപാട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്ന് വിചാരിച്ചു, ഡാം സമയത്ത് തുറന്നില്ല. ഇടുക്കിയിൽ നിന്ന് ഒരുപാട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് വിചാരിച്ചു, ഡാം സമയത്ത് തുറന്നില്ല. സ്പിൽവേ വഴി വെള്ളം ഒഴുക്കുന്ന കഥയുണ്ട്. പിന്നെ ഇന്നലെ 2 ഡാമിനെ കുറിച്ച്, ഒരു തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാത്തത് മണൽ മാഫിയല്ല, മണൽ കൊടുക്കുന്ന ഒരു ഏജൻസിക്ക്, കമ്പനിക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ്, നമ്മൾ ആ കമ്പനിയുടെ പേരൊന്നും പറയാൻ നമുക്കല്ല, കാരണം കമ്പനി തന്നെ നിഷേധിച്ചിരിക്കുകയാണെന്ന്. പക്ഷേ കമ്പനിക്ക് വേണ്ടിയാണെന്നുള്ള വോയിസ് പുറത്തു വന്നു. തമിഴ്നാടിന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതും തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഒരു ഡാമിൻ്റെ പിന്നെ കഥയുമായി പാലക്കാട് ഉള്ള ഡാമിൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവിടുത്തെ കരാറുകാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ്റനൻസ് നടക്കുന്ന കാര്യം. വെള്ളം തുറന്നു വിട്ട് അവിടെ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റത്തില്ല, അദ്ദേഹം രക്ഷിക്കാൻ വേണ്ടി 8 കോടി രൂപയുടെ കഥ അതും ഇന്നലെ വന്നു. ഇതൊക്കെ എന്താ കേൾക്കുന്ന കേരളത്തിൽ? ഇനി ഇതേ പ്രൊഫസർ KP സുധീറും സംഘവും നേരത്തെ IIT-യിലെ മറ്റ് കേരളത്തിലെ ആളുകളല്ലല്ലോ, ഞാനീ പറഞ്ഞ മൂർത്തി, ബെല്ലാമുടി, ബെജാതി എന്നൊക്കെ പറഞ്ഞാൽ മറ്റ് സംസ്ഥാനത്തുകാരാണല്ലോ പേര് കൊണ്ട് തന്നെ. പക്ഷേ കേരളത്തിന് വേണ്ടി ഒരു പഠനം നടത്തി, കേരളത്തിൻ്റെ പ്ലാനിംഗ് ബോർഡിന് വേണ്ടി. ഇതെല്ലാം നെറ്റിൽ അവൈലബിളാണ്. ആ പഠനം എന്ന് പറയുന്നത്
സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് വേണ്ടി ഈ പ്രൊഫസർ കെ പി സുധീര സംഘവും KFRI, CWRDM, TBJRI അങ്ങനെ തുടങ്ങിയ ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ പക്ഷേ ഡാം മാനേജ്മെൻറ്റിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. ഒരാൾ തന്നെ ലീഡ് ചെയ്ത് ഒരു പഠനത്തിൽ പറയുന്നു ഡാമിന് മാനേജ് ചെയ്തതല്ല കുഴപ്പം, ഡാമെല്ലാം കറക്റ്റായിരുന്നു. അതേ വ്യക്തി തന്നെ മറ്റൊരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു പഠനം നടത്തി പറയുന്നു ഡാം മാനേജ്മെൻറ്റിൽ പ്രശ്നമുണ്ടെന്ന്. അമുക്കിസ് കൂറി പറയുന്നു ഡാം മാനേജ്മെൻറ്റിൽ പ്രശ്നമുണ്ടെന്ന്. CNTG വെച്ച റിപ്പോർട്ടിൽ പ്രൊഫസർ മജുംദാർ എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലെ പ്രൊഫസർ മജുംദാറും ഐഷ ശർമ്മ, R. ഗൗരി എന്ന് പറയുന്ന 3 പേര് ഇന്റർ ഡിസിപ്ലിനറി സെൻറ്റർ ഫോർ വാട്ടർ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് IIIS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ അവർ പഠിച്ചിട്ട് വളരെ കൃത്യമായി പറയുന്നു ഡാം മാനേജ്മെൻറ്റിൽ പ്രശ്നമുണ്ട്. അത് അനധികൃതമായി ഡാം തുറന്ന് വിട്ടതാണ് കേരളത്തിലെ പ്രളയം. ആരോടാണ് ഇതിന് ചോദ്യം ചോദിക്കുക? അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണമായിരുന്നു? ഇതിനെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തണമായിരുന്നു. കോടതി ചെന്നപ്പോൾ ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ റിപ്പോർട്ടും ഈ മദ്രാസ് IITയിലെ ആദ്യത്തെ റിപ്പോർട്ടും വെച്ചുകൊണ്ട് കോടതിയിൽ എന്ത് സംഭവിച്ചു? ഇത് കളഞ്ഞു കോടതി. കാരണം കോടതി നോക്കിയപ്പം കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം, അതിനും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. നന്മമരം കളിക്കും നമ്മൾ. നന്മമര കളിയുണ്ട് നമുക്ക്. ജനകീയം, ആവശ്യമില്ലാത്ത അതിവൈകാരികത. നിങ്ങൾ വയനാടുകാരനല്ലേ? ഉരുൾ പൊട്ടിയപ്പോൾ എന്തോരം ആളുകളാണ് അങ്ങോട്ട് താമരശ്ശേരി ചുരം കയറി അങ്ങോട്ട് വന്ന് അവിടെ തള്ളി മറിച്ചത്. ഇപ്പോൾ എവിടെ? ഇപ്പോൾ കേരള സർക്കാർ കൊടുത്ത കെട്ടിടങ്ങളും യൂത്ത് കോൺഗ്രസ് വെച്ച് കൊടുക്കാൻ പോകുന്ന കെട്ടിടങ്ങളും അല്ലാതെ പിന്നെ ലീഗ് വെച്ച് വേറെ എന്താണ് അവിടെ ഇപ്പോൾ കിട്ടിയത്? ആരെല്ലാമാണ് അവിടെ കുത്തിമറിച്ചത്? ഞങ്ങൾ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക. ഇതും കേരളീയൻ്റെ ഒരു കുഴപ്പമാണ്. ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഓടിക്കൂടും, ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോവും, കൈയടിക്കും, രക്ഷിക്കും. പക്ഷേ എങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയെന്നും എന്ത് കറക്റ്റ് ചെയ്യണമെന്നും നമ്മൾ ആലോചിക്കില്ല. ഇതൊരു നന്മമര കളിയാണ്. ജനകീയം എന്നൊക്കെ പറഞ്ഞു നമ്മളങ്ങ് ഇടിച്ച് തള്ളിയാണ്. പ്രളയം വന്നപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികളൊക്കെ വന്ന് കേരളത്തെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിമറിക്കും. ഈ തള്ളിമറിയലിൻ്റെ ഇടയിൽ കേരളം രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് കോടതിയും അതിനെന്ത് ചെയ്തില്ല, ആരെതിൽ സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ കണ്ടില്ല എന്നുള്ളൊരു ആക്ഷേപം എനിക്കുണ്ട്. വളരെ കൃത്യമായ അതിൻ്റെ റീസൺ അന്വേഷിച്ചില്ല, അത് പരിഹരിക്കാൻ റീസൺ അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല, റീസൻ്റെ പുറത്തുള്ള അന്വേഷണം നടത്തി അതിന് കുറ്റക്കാരായവരെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ നടപടിയെടുക്കുകയും ആവശ്യമായ കറക്ഷൻസ് ചെയ്യുകയും ചെയ്തില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ്. 2008 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 2020 കൊണ്ടുവന്ന റിപ്പോർട്ടിൽ ഈ കാര്യം പറഞ്ഞല്ലോ. ഏത് ഈ വാട്ടർ പോളിസിയിൽ ഇത് പുതുക്കണമെന്ന്. വർഷം ഇപ്പം എത്രയായി? എന്തേ പുതുക്കാത്തത്? എന്തേ അതിനകത്ത് ഇത് എഴുതി ചേർക്കാത്തത്? ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത സംവിധാനങ്ങളിലൂടെ, ഡാം മാനേജ് ചെയ്തതിലുള്ള സംവിധാനങ്ങളിലൂടെ, ഓരോ സ്ഥലത്തെയും വെള്ളം തുറന്നു വിട്ടതിലൂടെ ചാലക്കുടി പുഴയും സജി ചെറിയാനൊക്കെ എന്നെ വിളിയായിരുന്നു ഹെലികോപ്റ്ററിൽ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിത് കണ്ടതാണ്. പക്ഷേ കണ്ടതിൻ്റെ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ നമ്മളെന്തല്ല തയ്യാറല്ല. അത് പൊളിറ്റിക്കലാണ് ഇതിൻ്റെ പ്രശ്നം. അങ്ങനെ ഡാം മാനേജ്മെൻറ്റിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബുദ്ധിമുട്ട് വരുമോ? മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ട് വരുമോ? ജലവകുപ്പ് മന്ത്രിക്കും ഇലക്ട്രിസിറ്റി മന്ത്രിക്കും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 4 ദിവസമാണ് തുടർച്ചയായി മഴ പെയ്തത്. 14, 15, 16, 5 ദിവസം, 18 വരെ 5 ദിവസം. അതിൽ 3 ദിവസമാണ് ഭയങ്കര മഴ പെയ്തത്. ഈ മഴ വരുമ്പോൾ അതിൻ്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്തതിൽ വലിയ പ്രശ്നമായിരുന്നു. അതാണ് അടുത്ത അടിസ്ഥാന പ്രശ്നം. റെയിൻ ഗേജ് ഉണ്ടോ എല്ലായിടത്തും? അതിൻ്റെ പ്രശ്നമുണ്ട്. റെയിൻ ഗേജ് ഉണ്ടില്ല എന്ന് മാത്രമല്ല, പല ഏജൻസികൾക്കും പല സമയത്ത് മഴ അളവെടുക്കുന്ന റെയിൻ ഗേജുകളാണ് വെച്ചിരിക്കുന്നത്. ഇവ തമ്മിലൊന്നും യാതൊരു കോറലേഷനും അന്നുമില്ല ഇന്നുമില്ല. കുറച്ച് പേര് മരിച്ചു പോയാൽ, കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാതായാൽ കുറച്ച് ദിവസം നമ്മൾ കാത്തിരിക്കും അവർ വരുമോയെന്ന്. കാത്തിരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതി വയ്ക്കും? അവർ ചത്തുപോയെന്ന്. വയനാട് കഥയിലും എഴുതി, ഓഖിയിലും എഴുതി, എല്ലായിടത്തും എഴുതി നമ്മൾ. ഇതാണ് കേരളത്തിൻ്റെ ഒരു ദുരന്ത പ്രതികരണ രീതി. അപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള, മനുഷ്യരെന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ പൊളിറ്റിക്കൽ സംവിധാനത്തിലെ തീരുമാനങ്ങളെടുത്ത സമയത്ത് കൊടുക്കാത്തതും. ഇനി ഇലക്ട്രിസിറ്റി ബോർഡ് കാണിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പിന്നെ ഓഡിറ്റർ അക്കൗണ്ട് ജനറൽ ഓഫീസ് എന്നുള്ള ഒരാളായിരുന്നു.
പേര് ഞാൻ കറക്റ്റ് ഇപ്പോൾ ഓർക്കുന്നില്ല. അതിന് മുമ്പേ വാട്ടർ അതോറിറ്റിയിലൊക്കെ ഇരുന്ന ആളാണ്. അവിടെ ഇരിക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല ചെയർമാനായിട്ട് ഇരിക്കേണ്ടത്. അവിടുത്തെ സിവിൽ വിഭാഗത്തിൻ്റെയും മെക്കാനിക്കൽ വിഭാഗത്തിൻ്റെയും ഈ ഡാമിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തിലുമൊക്കെ ഏറ്റവും ക്വാളിഫൈഡും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ആളുകളായിരുന്നില്ല. അവർ അപ്പോൾ ചിന്തിച്ചത് മഴ വരെയല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടങ്ങ് ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ കൈവിട്ടു പോയ മഴ വന്നു. അപ്പോൾ സാറേ, ഈ മിന്നൽ പ്രളയമടക്കം ഉണ്ടായതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അല്ല, അതിനകത്ത് ഗൂഢാലോചന ആരോപിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു മിസ്മാനേജ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് ഒരു പ്രാക്ടീസ് കുറവ് നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഇതിനു മുമ്പ് കണ്ട് പരിചയമില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്, എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട്. 2 ദിവസം മഴ പെയ്തു, ഇനി മഴയൊന്നും വരത്തില്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടില്ലല്ലോ ഇതുവരെ, ഉണ്ട്. പിന്നെ അത് ഒരു മേജർ ഭാഗം അതാണ്. പിന്നെ ലേസിനെസ് ഉണ്ട്. ഉദ്യോഗസ്ഥരൊന്നും എവിടെ പോയില്ല, ഫീൽഡ് ലെവലിൽ പോകേണ്ട ഉദ്യോഗസ്ഥരൊന്നും എവിടെ പോയില്ല, ഫീൽഡിൽ പോയില്ല. ഫീൽഡിൽ സാധാരണ സെക്യൂരിറ്റിക്കാരനെയും വാച്ചറേയും അവിടെ നിൽക്കുന്ന പിയൂണിൻ്റെയും അളവ് നോക്കടാ എന്ന് പറയും. അപ്പോൾ അയാൾ അളവ് നോക്കിയാൽ ചേട്ടാ കുഴപ്പമില്ല, അണ്ണാ സാറേ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇതാണ് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഫീൽഡിൽ പോയി മഴയത്ത് നിന്നതെന്ന് നോക്കിയില്ല എന്നുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിലാണ് ഈ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നതും അതിൻ്റെ താഴെയുള്ള മണൽ കംപ്ലീറ്റ് എടുത്തു പോകുമെന്നും അത് ക്യൂബിക് മീറ്ററിന് 66 രൂപയുള്ളെന്നും വിറ്റാൽ 2000 രൂപ കിട്ടുമെന്നും ഒരു 10-300 കോടി രൂപയുടെ ഒരു ആക്ഷേപം ഇപ്പോൾ വോയിസായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ദാറ്റ്സ് എ വെരി സീരിയസ് ഒഫൻസ്. അതുപോലെ തന്നെ തമിഴ്നാട്ടുകാരുടെ കരാറുമായി ബന്ധപ്പെടുത്തിയ ഇവിടെ കേരളത്തിലെ ഡാമിൽ വെള്ളം ശേഖരിക്കുകയും അത് തുറന്നു വിടാതിരിക്കുകയും ചെയ്താൽ തമിഴ്നാട്ടുകാരൻ്റെ കരാറുകാരൻ അവിടുത്തെ മെയിൻ്റനൻസ് പണി ആ സമയത്ത് കാരണം അവിടെ അപ്പം മഴയില്ലല്ലോ, ഈ മഴ അവിടെ ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് പണി നടത്തിക്കൊണ്ട് പോകാമെന്നും അങ്ങനെ പണി നടത്തുന്നതിന് വേണ്ടി ഒരു 8 കോടി രൂപ കേരളത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്നൊക്കെയുള്ള വളരെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാത്രമല്ല ഇതിനൊരു ചീഫ് എഞ്ചിനീയറുടെ പേരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഗൂഢാലോചന അവർ അന്വേഷിക്കേണ്ട മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഇതിൻ്റെ 2 പാർട്ടായിട്ട് ഇതിനെ കാണണം. പെരിങ്ങൽകുത്ത്, ചിമ്മിണി ഡാം, ബാണാസുര സാഗർ ഡാം ഇതിൻ്റെയൊക്കെ തുറന്നു വിടലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അന്വേഷണവും അത് വേറൊരു തലത്തിലാണ്. അത് മിസ്മാനേജ്മെൻറ്റാണ്, മിസ്അപ്രോപ്രിയേഷനാണ്, അത് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ലാപ്സാണ്. അതാരെയും രക്ഷിക്കാനൊന്നും ആയിരിക്കത്തില്ല, ആർക്കും കരാർ കൊടുക്കാൻ അങ്ങനത്തെ രക്ഷയില്ല. അത് വേറൊരു തലം. അത് തികച്ചും നെഗ്ലിജൻസാണ്, ഇഗ്നറൻസാണ്, അശ്രദ്ധ കൊണ്ടുണ്ടായ അന്തം വിട്ട് ചെയ്തു പോയ പ്രവൃത്തികളാണ്. അത് വേറൊരു ടൈപ്പിൽ നിൽക്കും. അതുകൊണ്ട് ചാലക്കുടി പുഴയിലും അതുപോലെ തന്നെ ചെങ്ങന്നൂരുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ഡാമുകൾ തുറന്നത് ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിലുള്ള ബാണാസുര ഡാം തുറന്നത് ജില്ലാ കളക്ടറുടെ അനുമതി ഇല്ലാതെയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. പ്രദേശവാസികൾക്ക് യാതൊരുവിധ മുന്നറിയിപ്പും നൽകാതെയാണ് ഈ ഡാം പാതിരാത്രിയിൽ പെട്ടെന്ന് തുറക്കുന്നത്. ഇത്തരത്തിൽ ഡാം മാനേജ്മെൻറ്റിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഉൾപ്പെടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.